ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാനദണ്ഡം ഉണ്ടാവും. അങ്ങനെ മാനദണ്ഡമില്ലാതെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരാൾ സുരേഷ് ഗോപിയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ജീപ്പിൽ വന്നിരുന്നുകൊണ്ട് കാല് നീട്ടിക്കൊണ്ട് വരുന്നവർക്കൊക്കെ 100 രൂപ കൊടുക്കുന്ന ഒരു സ്വഭാവം. പക്ഷെ സർക്കാരിന് അത് പറ്റില്ല. കേരളത്തിലെ ഇതിൽ വരാത്ത ഈ റേഷൻ കാർഡ് ഇല്ലാത്ത മനുഷ്യരെ പോയി തപ്പിപ്പിടിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ഒരു പദ്ധതി ഉണ്ടായിക്കഴിഞ്ഞപ്പം എന്നാൽ പിന്നെ റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക് ഞങ്ങൾ കൊടുക്കുന്നില്ല എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കാവുന്നതാണ്. എനിക്കൊന്ന് കണ്ടിട്ട് അതിനുള്ള ലക്ഷണമുണ്ട് താനും. ശ്രീ കെ ജെ ജേക്കബ്, ഇതിപ്പോ ശ്രീ ഉല്ലാസ് ബാബു പറഞ്ഞ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ മമ്മിക്കുട്ടിക്ക് നൽകിയ നിയമസഭാ രേഖയിൽ കാർഡ് ഹോൾഡേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. അതിദരിദ്രരുടെ കാർഡ് സ്വന്തമായിട്ടുള്ള എത്ര ആളുകൾ എന്ന ചോദ്യത്തിനാണ് ഈ 5 ലക്ഷം എന്ന് പറയുന്നത്. മിനിസ്റ്റർ നമ്മുടെ ചർച്ചയിൽ തന്നെ ഇരുന്നു പറഞ്ഞത് ഒരു പേപ്പറിലും ജീവിക്കാത്ത മനുഷ്യർ, ഈ അതിദരിദ്രർക്കുള്ള റേഷൻ കാർഡ് പോലും സ്വന്തമില്ലാത്ത മനുഷ്യർ, അത്രമേറെ അവകാശ ലംഘനങ്ങളുള്ള, അവനവന്റെ അവകാശം എന്താണെന്ന് പോലും അറിയാത്ത മനുഷ്യർ, അവരെയും കൂടി തേടിയെത്തുക എന്ന് പറയുന്ന ഒരു ശ്രമമാണ് ഉണ്ടാകുന്നത്. എത്ര മനുഷ്യർ വഴിയരികിൽ കിടക്കുന്നവരടുത്തേക്ക് നമ്മളാൽ ചിലർ ചെല്ലുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ടോ? ഇല്ല. 4 ലക്ഷം പേർക്ക് അങ്ങനെ ഒരു ചോദ്യത്തിനുള്ള തയ്യാറെടുപ്പ്, ഒരു പരിശീലനം സർക്കാർ നൽകി എന്ന് പറയുന്നത് ഇടത്ത് വെച്ചാണ് ഈ പ്രോസസ്സ് തന്നെ തുടങ്ങുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ശരി, പോകട്ടെ. നീതി ആയോഗിന്റെ കണക്കിൽ 2021 കണക്കിൽ നമ്മൾ ഒന്നാമതാണ്. അത് നമ്മുടെ ഗിമ്മിക്ക് കണ്ടിട്ട്, സർക്കാരിന്റെ PR എക്സസൈസ് കണ്ടിട്ട് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് നീതി ആയോഗ് എന്ന് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി പറയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഈ കേന്ദ്ര പദ്ധതികളുടെ ഗുണഫലം ലഭ്യമാകില്ല എന്നുള്ളതാണ്. കേന്ദ്ര പദ്ധതികളുടെ ഗുണഫലം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ 2 ആയിട്ടാണ് തിരിക്കുന്നത്. ഒന്ന് APL, ഒന്ന് BPL എന്ന് പറയുന്നത്. അതിന് മുകളിലേക്ക് വരുന്നു എന്നില്ലല്ലോ. ഏറ്റവും അടിസ്ഥാനപരമായി അഡ്രസ്സ് ചെയ്യേണ്ട 64,000 കുടുംബങ്ങളെ അഡ്രസ്സ് ചെയ്തു, അവർക്ക് ജീവിക്കാനുള്ളൊരു മാർഗം ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറയുന്നൊരു ഇനീഷ്യേറ്റീവ് സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ വിമർശനം ഉണ്ടാവുക ഞാൻ പറഞ്ഞല്ലോ. കേരളത്തിൽ അത് സ്വാഭാവികമാണ്, അങ്ങനെ തന്നെ വേണം എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ ഈ കഴിഞ്ഞ കാലത്തെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത്, നീതി ആയോഗിന്റെ കണക്കിലെ 1% താഴെയുള്ള മനുഷ്യരെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. അത് അഡ്രസ്സ് ചെയ്യാൻ ഒരു സംസ്ഥാന സർക്കാർ 4 വർഷം മുമ്പ് തീരുമാനിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേക്ക് കരുതി വെച്ച ഒരു PR എക്സസൈസ് ആണോ? മാധു, ഇത് BJP നേതാവിൻ്റെ കണക്കിൻ്റെ റെഫറൻസ് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഇപ്പോൾ മന്ത്രി എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. 5 ലക്ഷം കാർഡുണ്ട് എങ്കിൽ നമ്മളത് കണക്കാക്കേണ്ടത് ഇന്ത്യയിൽ ഇന്ന് 81 കോടി മനുഷ്യർക്ക് കേന്ദ്ര സർക്കാർ അന്ത്യോദയ പദ്ധതി പ്രകാരം ഭക്ഷണധാന്യം കൊടുക്കുന്നുണ്ട്. അതിൽ 5 ലക്ഷം മനുഷ്യരാണെന്ന് കണക്കാക്കിയാൽ മതി. ആ 5 ലക്ഷം മനുഷ്യർ ഇതിനകത്ത് വരുന്നില്ല. അതല്ലേ മന്ത്രി പറഞ്ഞത്. അതായത് അവരവരുടെ അവകാശ രേഖകൾ പോലും ഇല്ലാത്ത മനുഷ്യർ, ഇതിൻ്റെ അകത്ത് പോലും വരാത്ത മനുഷ്യർ. അതുകൊണ്ട് ഇനിയിപ്പോൾ നാളെ BJP നേതാവ് ചെന്നിട്ട് ഈ 5 ലക്ഷം മലയാളികൾക്ക് ഇനി കൊടുക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇപ്പം PM ശ്രീയുടെ പദ്ധതി സൈൻ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് SSIയുടെ ഫണ്ട് തടഞ്ഞു വെച്ചത് ഇന്നിപ്പം പത്രത്തിൽ വാർത്തയുണ്ട്. എന്ന് പറയുന്ന പോലെ കേരളത്തിലെ ഇതിൽ വരാത്ത ഈ റേഷൻ കാർഡ് ഇല്ലാത്ത മനുഷ്യരെ പോയി തപ്പിപ്പിടിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ഒരു പദ്ധതി ഉണ്ടായിക്കഴിഞ്ഞപ്പം എന്നാൽ പിന്നെ റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക് ഞങ്ങൾ കൊടുക്കുന്നില്ല എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കാവുന്നതാണ്. എനിക്കൊന്ന് കണ്ടിട്ട് അതിനുള്ള ലക്ഷണമുണ്ട് താനും. ഇതാണ് ഈ പദ്ധതിയെക്കുറിച്ചുള്ള വിമർശനത്തിൻ്റെ പ്രശ്നം. ശ്രീ ജോസഫ് സി മാത്യുവിനെ പോലുള്ള ഒരാൾ വന്നിരുന്നുകൊണ്ട് ഇതൊരു PR എക്സർസൈസ് ആണെന്ന് പറയുന്നതിൽ ഒരു മര്യാദകേടുണ്ട്. കാരണം ഇത് നിങ്ങൾക്ക് പിണറായി വിജയന് ഇഷ്ടമില്ല എന്ന് തന്നെ കണക്കാക്ക്, അയാൾ RSSകാരനാണെന്ന് കണക്കാക്ക്. പക്ഷേ അയാളുടെ മന്ത്രിസഭയുടെ തീരുമാനങ്ങളും നിങ്ങളുടെ നാട്ടിലുള്ള പഞ്ചായത്ത് ഭരണസമിതികൾ എടുത്ത കാര്യങ്ങളുമില്ല. അവർ കഴിഞ്ഞ 4 വർഷം ചെയ്ത പണികളില്ലേ? ഇപ്പം നിങ്ങൾ PhD കൊടുക്കുന്നില്ല. നിങ്ങളുടെ ഗവേഷണം ജോസഫ് സി മാത്യു അടക്കമുള്ള ഗവേഷണ വിദഗ്ധന്മാരെടുത്ത് രാവിലെ പറഞ്ഞു ഇത് നമുക്കറിയാവുന്ന മാനദണ്ഡങ്ങൾ വെച്ചല്ല. നിങ്ങൾ PhD കൊടുക്കണ്ടേ പിണറായി വിജയന്? പക്ഷേ നിങ്ങൾ അടുത്തുള്ള പഞ്ചായത്തിലേക്കൊന്ന് ഇറങ്ങിയിട്ട്, ജോസഫ് സി മാത്യുവിൻ്റെ വീട്ടിൽ റേഷൻ കാർഡിൽ പേരില്ലാത്ത ആൾക്കാരുണ്ട് ഇല്ലയെന്ന് പറയും. അത് വിട്ടു ജോസഫ് സി മാത്യു. നിങ്ങളുടെ പഞ്ചായത്തിൽ, കേരളത്തിൽ 1000 പഞ്ചായത്തുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ ഒരു പഞ്ചായത്തിൽ 60 കുടുംബങ്ങൾ വെച്ചിട്ടുണ്ട്. ഒരു 10 വാർഡുകളാണ് പഞ്ചായത്തിലുള്ളത്. പോട്ടെ, ഒരു പഞ്ചായത്തിൽ 60 കുടുംബങ്ങളെ ശരാശരി പറയണമല്ലോ. ഒരു കുടുംബത്തോട് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കാമല്ലോ. ഈ എയറിൽ നിന്നെടുത്ത സംശയങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ഇങ്ങനെ PR എന്നൊക്കെ ചുമ്മാ പറയരുത്. അതിനൊക്കെ ഒരു മര്യാദകേടുണ്ട്. കാരണം കഴിഞ്ഞ 4 വർഷമായിട്ട് ഒരു പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട്. ആ പ്രോസസ്സ് അവർ ഈ 5ാമത്തെ വർഷം അത് തീർക്കാൻ വേണ്ടി തന്നെ ഉള്ളതാണെന്നേ അവർ ഇന്ന് ഇനി ഇലക്ഷൻ വരുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നില്ല എന്ന് അവർ പറയും. അവർ രാഷ്ട്രീയക്കാരല്ലേ? അവർ കഴിഞ്ഞ 4 വർഷമായി എടുത്ത ഹാർഡ് വർക്കിൻ്റെ അവസാനം നാളെ ഒരു പ്രഖ്യാപനം നടത്തുന്നു. ഇതിൻ്റെ അകത്ത് ഒരു കാര്യം എനിക്കും പറയാനുണ്ട്. അതായത്
ഇവർ സർക്കാർ പറഞ്ഞ 2021 സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതികൾ മുഴുവൻ നടപ്പാക്കിയെന്നുള്ളതാണ്. അതിനുശേഷം അതിദരിദ്രന്മാരെ മനുഷ്യരുണ്ടാവും. ഞാൻ കഴിഞ്ഞ ദിവസം ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അതിൻ്റെ സൈഡിൽ ആൾക്കാർ കിടക്കുന്നുണ്ട്. അതിദരിദ്രരായ മനുഷ്യർ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുള്ള മനുഷ്യർക്കറിയാം. നമ്മൾ റെസിഡൻസ് അസോസിയേഷൻ അയൽവക്കത്തുള്ള ഒരു കുട്ടിക്കൊരു 10ാം ക്ലാസ് പാസ്സായി കഴിയുമ്പം ആ കൊച്ചിന് ഒരു സമ്മാനം കൊടുക്കണമെന്ന് വെച്ചാൽ അതിനൊരു കണക്കുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ എഴുതി വെക്കും. അതായത് നമ്മുടെ ഇത് അയൽവക്കത്തുള്ള കുടുംബത്തിലെ ഏറ്റവും SSLC A+ കിട്ടിയ കുട്ടിക്ക് കൊടുക്കണം. അതിനൊരു മാനദണ്ഡം ഉണ്ടാകും. ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാനദണ്ഡം ഉണ്ടാവും. അങ്ങനെ മാനദണ്ഡമില്ലാതെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരാൾ സുരേഷ് ഗോപിയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ജീപ്പിൽ വന്നിരുന്നുകൊണ്ട് കാല് നീട്ടിക്കൊണ്ട് വരുന്നവർക്കൊക്കെ 100 രൂപ കൊടുക്കുന്ന ഒരു സ്വഭാവം. സർക്കാരിന് അത് പറ്റില്ല. സർക്കാരിന് അവരുടേതായ ഒരു മാനദണ്ഡം ഉണ്ടാവും. കേരളത്തിലെ സർക്കാർ അവരുടേതായ ഒരു മാനദണ്ഡം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഞാൻ വായിച്ചൊരു കാര്യം, അത് ഞാൻ വെരിഫൈ ചെയ്യാത്തതാണ്, പക്ഷേ വായിച്ചൊരു കാര്യം, ഒരു കോൺക്രീറ്റ് വീടുണ്ട്, ഒരു ചെറിയ കോൺക്രീറ്റ് വീടുണ്ട്. പക്ഷേ അതിൽ ജോലി ചെയ്യാൻ പറ്റുന്ന ആരുമില്ല. ചിലപ്പം ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് കുടുംബനാഥൻ കിടക്കുന്നു, അയാളെ പരിചരിക്കാൻ വേണ്ടി ഭാര്യ ഫുൾ ടൈം അവിടെ നിൽക്കേണ്ടി വരുന്നു, അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകുന്നു. അവർ ഈ കൂട്ടത്തിൽ വരും. ഇങ്ങനെ മറ്റൊരു നാടിലില്ലാത്തതുപോലെയുള്ള പ്രശ്നങ്ങളുള്ള ഒരു നാടാണ്. കാരണം നമ്മൾ അവരെ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു സ്കീമിലും വരാത്ത, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാത്ത മനുഷ്യരെ കണ്ടുപിടിക്കാൻ ഒരു ശ്രമം നടത്തി അവരെ പോയി കണ്ടുപിടിച്ച് ഈ ഓരോ കുടുംബത്തിനെയും അവരെ എങ്ങനെ നേരെ നിർത്താൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് കണ്ടുപിടിച്ച് അവരെ നേരെ നിർത്താനുള്ള ഒരു ശ്രമമാണ് സർക്കാർ നടത്തിയിരിക്കുന്നത്. അതിനകത്ത് അതിദാരിദ്ര്യ മുക്തം എന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. കാരണം 2021 കണക്കനുസരിച്ചാണിത്. നമ്മൾ സമ്പൂർണ്ണ സാക്ഷരത എന്ന് പറയുമ്പോൾ 90% സാക്ഷരത മതി. അവസാനത്തെ ആൾ സാക്ഷരനായിട്ടല്ല നമ്മൾ സമ്പൂർണ്ണ സാക്ഷരത പ്രഖ്യാപിച്ചത്. അത് കണക്കിൻ്റെ ഒരു കളിയിൽ നിന്ന് കൂട്ടിയാൽ മതി. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇത്രയേ കാണേണ്ടതുള്ളൂ. അറ്റ്ലീസ്റ്റ് നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന വേറെ ഒരു നിവൃത്തിയില്ലാത്ത 64,000 കുടുംബങ്ങളെ അങ്ങോട്ട് ചെന്ന് അവർക്കൊരു ആപ്ലിക്കേഷൻ കൊടുക്കാനും പറ്റില്ല. അവരില്ല. സർക്കാരിൻ്റെ കണക്കിൽ വോട്ടർ പട്ടിക പേരുണ്ടാവും. പക്ഷേ പഞ്ചായത്തുകൾ കണ്ടുപിടിച്ച മനുഷ്യരാണവർ. അവർക്ക് വേണ്ടി സ്കീം, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവർക്ക് വസ്ത്രം കൊടുക്കുന്നു. വീടില്ലാത്തവർ, ശ്രീ ജോസഫ് സി മാത്യു, മര്യാദകേടാണ് നിങ്ങൾ പറയുന്നത്. കാരണം ലൈഫ് മിഷനിൽ നിങ്ങൾക്ക് വീട് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് 3 സെൻറ്റ് സ്ഥലം വേണം. ഈ 3 സെൻറ്റ് സ്ഥലവും ഇല്ലാത്തവരായിരിക്കും ഈ അതിദരിദ്രർ എന്ന് പറയുന്ന മനുഷ്യർ. അവർക്ക് വീട് കൊടുത്തിട്ടുണ്ടാവും. കാരണം ലൈഫ് മിഷനിൻ്റെ അത് ബേസിക് എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് 3 സെൻറ്റ് സ്ഥലം വേണം. ഈ കാറ്റഗറിയിൽ പെടാത്ത മനുഷ്യർക്കായിരിക്കും ഇവർ വീട് കൊടുത്തു വെച്ചത്. നിങ്ങൾക്കറിയില്ല. ജോസഫ് സി മാത്യുവിനെ അറിയില്ലാത്ത കാര്യത്തെ വെച്ചിട്ടാണ് അദ്ദേഹം ഈ കൺജക്ചേഴ്സ് ഉണ്ടാക്കുന്നത്. അതിൽ വലിയ മര്യാദകേടാണ്. നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ഈ 64,000 ഏതെങ്കിലും ഒരിടത്ത് അഴിമതി ഉണ്ടായിട്ടുണ്ടോ? ശ്രീ ജിൻഡോ ജോൺ ഇവിടെ ഒരു കാര്യം പറഞ്ഞു. അതായത് ഈ സംരംഭക വർഷം, അതിൻ്റെ അകത്ത് 1,30,000 ആദ്യത്തെ വർഷമാണ്. ഇത് പോയി തപ്പി നടന്നിട്ട് അതിൻ്റെ അകത്ത് വ്യാജന്മാരുണ്ടായി. എന്നിട്ട് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പത്രം എഴുതിയാണ് ലക്ഷണമൊത്ത ലക്ഷം കള്ളം. എന്താവശ്യത്തിനാണത്? നിങ്ങളുടെ നാട്ടിലുള്ള 1,30,000 ആളുകൾ രജിസ്റ്റർ, അതിൻ്റെ അകത്ത് നമുക്ക് ആ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലേക്ക് പോകേണ്ടതില്ല എന്ന് തോന്നുന്നു. ശ്രീ KJ ജേക്കബ്, അല്ല അത് പിന്നീട്, പക്ഷേ അതിൽ പിന്നീട് അത് കേന്ദ്രമന്ത്രി തന്നെ നിരാകരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പിന്നീട് നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കാണുകയും ചെയ്തില്ല. അതുകൊണ്ട് അതിലേക്ക് പോകേണ്ടത് വിഷയം മാറിപ്പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഞാൻ അങ്ങിലേക്ക് വരാം. കാരണം മൂന്ന് പേര്, രണ്ട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാര്യം എന്താ പറഞ്ഞത്? അല്ല, ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി ഇവിടെ വരുമ്പോൾ അങ്ങനെ ഒരു റാങ്കിംഗ് നിലവിലില്ല എന്ന് പറയുകയുണ്ടായി. മാത്രമല്ല ആ വിഷയത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് തോന്നുന്നു. ഈ വിഷയത്തിൽ തന്നെ നമുക്ക് അങ്ങനെയല്ലോ ശ്രീ മധു, നിങ്ങൾ അവിടെ ഇത് അവിടെയാണ് പ്രശ്നം. നിങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കിയതാണ് സംസാരിക്കുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ വേറൊരു പേര് മാറ്റി ഇതേ സാധനം ഇപ്പോഴും ഉണ്ട്. ശരി ആയിരിക്കാം. പക്ഷെ നമ്മൾ ദേശാഭിമാനി പത്രത്തിലടക്കം എഴുതിയത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് തന്നെയാണ്. നമ്മൾ അന്നത്തെ ദിവസവും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് തന്നെയാണ് പേര് മാറിയെന്ന് അന്നത്തെ ദിവസം ഈ കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം വന്നപ്പോൾ മാത്രമാണ് ഉണ്ടായത്. ദയവ് ചെയ്ത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അതിലേക്ക് പോവരുത് എന്ന് ഞാൻ ഒരു അഭ്യർത്ഥനയായിട്ട് മുന്നോട്ട് വെക്കുകയാണ്. ഞാൻ പേര് മറന്നുപോയാൽ നീളമുള്ള പേര് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെയാണ്. പക്ഷെ നമ്മൾ പത്രങ്ങളിലടക്കം പറയുകയും പരസ്യങ്ങളിൽ പറയുകയും ചെയ്തത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നാണ്.